ഹായ് മച്ചന്മാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ചെറിയ ഡിഷാണ്. കാരണം നമുക്കിപ്പോൾ പുറത്ത് പോയിട്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കാരണം കേരളത്തിൽ വീണ്ടും കൊറോണ കൂടി വരുന്നൊരു സാഹചര്യമാണല്ലോ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തേക്ക് പോയിട്ടൊരു വീഡിയോ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ചെറിയൊരു ഡിഷും കാര്യങ്ങളായിട്ട് ഞാൻ ഇന്ന് വരാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് മച്ചന്മാരെ എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാനുള്ളൊരു പ്രചോദനമായിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. ഇതിന് മെയിനായിട്ട് വേണ്ടത് ഒരു ഡ്രസ്സ്ഡ് ചിക്കനാണ്. ഈ ഡ്രസ്സ്ഡ് ചിക്കൻ അത്യാവശ്യം നല്ലതുപോലെ കഴുകിയെടുക്കണം. ഒരു 3-4 തവണ കഴുകിയെടുക്കണം. കാരണം ഈ ഇറച്ചിൻ്റെ ചോരയും പിന്നെ ഈ പപ്പും കൂടെയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ മുകളിലുള്ള നെയ്യൊന്നും നമ്മൾ ആ നെയ്യ് പോലത്തെ സംഭവം അതൊന്നും കളയാൻ പാടില്ല കേട്ടോ. കാരണം നമ്മളിതിൽ എണ്ണ ഒഴിക്കാത്തതുകൊണ്ട് ഇത് ആവശ്യമാണ് നമുക്ക്. അതിനുശേഷം നമ്മുടെ കത്തി ഉപയോഗിച്ചിട്ട് ഇതേപോലെ നമ്മൾ ഇറച്ചൊന്ന് കീറേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇതിൻ്റെ ഉള്ളിലേക്ക് മസാല നമുക്ക് പിടിക്കേണ്ടത്. അതുകൊണ്ട് ഇങ്ങനെ കീറണം. അതിനുശേഷം നമ്മൾ കുറച്ച് നല്ല ഒരു അരമണിക്കൂർ നേരം ഈ ചിക്കൻ ഇങ്ങനെ തന്നെ വെക്കണം. കാരണം ഇതിലത്തെ വെള്ളം മൊത്തം ഊറാൻ വേണ്ടിയിട്ടാണത്. ഇതിനായി ആദ്യം തന്നെ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, മല്ലിയില, പച്ചമുളക് ഇവയെല്ലാം നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. എന്നാൽ മാത്രമേ നമുക്കത് ഇറച്ചിയിൽ നന്നായിട്ട് പിടിക്കൂ. അതുകൊണ്ടാണ് നല്ല പേസ്റ്റ് രൂപത്തിൽ ഇത് ആക്കിയെടുക്കുന്നത്. പിന്നെ ഈ ഇഞ്ചിയും കുരുമുളകൊക്കെ നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായ ഇഞ്ചിയും കുരുമുളകൊക്കെയാണ്. പിന്നെ പച്ചമുളകൊക്കെ ആവശ്യത്തിന് ചേർക്കാം. കാരണം എരിവ് എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണല്ലോ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് കുറച്ച് എരിവ് മതി. അതുകൊണ്ട് ഞങ്ങൾ അത്യാവശ്യം കുറച്ച് പച്ചമുളകുള്ളൂ ഇട്ടിട്ടുള്ളൂ. കാരണം ഇഞ്ചിയും കുരുമുളകൊക്കെ അത്യാവശ്യം എരിവുള്ള സാധനങ്ങളാണല്ലോ. അതുകൊണ്ടാണ് ഒരു പച്ചമുളക് വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തത്. പിന്നെ ഇതെല്ലാം ഞാൻ അമ്മിക്കല്ലിൽ ഇട്ടിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. ഒരു ട്രഡീഷണൽ ഭംഗി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. നമുക്ക് വേണമെങ്കിൽ മിക്സിയിലൊക്കെ ഇട്ട് അടിച്ചെടുക്കാം. എന്നാൽ നമ്മുടെ ഒരു അമ്മിക്കല്ലുള്ള സ്ഥിതിക്ക് അമ്മിക്കല്ല് അരച്ചെടുത്ത് ഉണ്ടാക്കുന്നതാണല്ലോ അതിൻ്റെ ടേസ്റ്റ് എന്ന നിലയ്ക്കാണ് ഞാനിങ്ങനെ ചെയ്തത്. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് മിക്സിയിലൊക്കെ ഇട്ട് ചെയ്യാം കേട്ടോ. ഇനി നമ്മുടെ മിക്സിങ്ങിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുക. അതിനുശേഷം ഒരു നാരങ്ങ മുറിച്ച് അത് പിഴിഞ്ഞ് നമ്മുടെ മിക്സിങ്ങിലേക്ക് ചേർക്കണം കേട്ടോ. കാരണം ആ ഇറച്ചി ഉടയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാരങ്ങ ചേർക്കുന്നത്. അതിനുശേഷം ആവശ്യത്തിന് നമ്മുടെ കട്ട തൈരും പിന്നെ ആവശ്യത്തിന് മഞ്ഞപ്പൊടി പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര മുളക് പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ നമ്മുടെ ഈ മുറിച്ച് വെച്ച ചിക്കനിലേക്ക് നമ്മുടെ മിക്സ് ഇട്ടിട്ട് നന്നായിട്ട് നമ്മുടെ മിക്സിങ് ഉണ്ടല്ലോ അത് നന്നായിട്ട് അങ്ങോട്ട് ചേർത്തിട്ട് നല്ലതുപോലെ എല്ലാ സൈഡും നന്നായിട്ട് പിടിക്കണം. നല്ലതുപോലെ ഉരച്ച് ഈ മിക്സിങ് എല്ലായിടത്തും പിടിപ്പിക്കണം കേട്ടോ. കാരണം ഉപ്പൊക്കെ നമ്മൾ നേരത്തെ ചേർക്കാത്തതുകൊണ്ട് എല്ലാ സൈഡിലും നല്ലതുപോലെ ഉരച്ചിട്ട് ആ മിക്സിങ്ങൊക്കെ നന്നായിട്ടങ്ങ് ചേർത്ത് വെക്കണം. നമ്മുടെ ഇറച്ചിയിൽ എല്ലാ സൈഡിലും നമ്മുടെ ഈ മിക്സിങ് ചേർത്തതിന് ശേഷം ഒരു മണിക്കൂർ ഈ സാധനം അത് നമ്മൾ ഇറച്ചി ഇങ്ങനെ വെക്കണം. കാരണം നമ്മളെ മസാലയൊക്കെ എല്ലായിടത്തും പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ മസാല മര്യാദയ്ക്ക് പിടിക്കില്ല ഇറച്ചിയിൽ. അതുകൊണ്ട് ഒരു 1-1.5 മണിക്കൂർ നമ്മൾ ഇറച്ചി ഇതേപോലെ വെക്കണം. ഇപ്പോൾ ഒരു 1-1.5 മണിക്കൂറായിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ ആ ഇറച്ചിയുടെ ആ വയറിൻ്റെ ഉള്ളില്ലേ അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ്
ഒന്ന് പ്രസ് ചെയ്ത് ഞാൻ കയറ്റി വെക്കുന്നുണ്ട്. കാരണം ആ ഉള്ളിലൊക്കെ ഒരു മല്ലിച്ചപ്പിൻ്റെ ഒക്കെ ഒരു വാസന കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിച്ചപ്പ് വേണ്ടെങ്കിൽ വെക്കണ്ടെങ്കിൽ വെക്കണ്ട കേട്ടോ. നമ്മുടെ ചിക്കൻ്റെ വയറിൻ്റെ ഉള്ളിൽ കുറച്ചും കൂടി സ്പേസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇതേപോലെ ചെറുതായി മുറിച്ചിട്ട് ആ വയറിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കുക. ആ സ്പേസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്ത് ആ ഉരുളക്കിഴങ്ങ് മുറിച്ച് ഞാൻ ആ വയറിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കയറ്റി കൊടുത്തു. കാരണം ഉരുളക്കിഴങ്ങ് ഒരു രസമല്ല നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. ചിക്കൻ നമ്മൾ പൊതിയുമ്പോൾ നമുക്കൊരു ഒതുക്കം കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ 2 കാലും കൈയും കെട്ടേണ്ട ആവശ്യമുണ്ട്. അതിനായി നമ്മുടെ ചെറിയ നൂൽക്കമ്പി വെച്ചിട്ട് അതിൻ്റെ കൈയും കാലും നല്ലതുപോലെ അത്യാവശ്യം നമുക്ക് ഒരു ഒതുക്കത്തിൽ ആ കൈയും കാലൊക്കെ ഒന്ന് കെട്ടി വെക്കേണ്ട ഒരു ആവശ്യമുണ്ട് കേട്ടോ. കാരണം നമ്മളെ ഇലയിലൊക്കെ ചുറ്റി വെക്കുമ്പോൾ നമുക്കൊരു ഒതുക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ വാട്ടിയെടുത്ത് നമ്മുടെ നാടൻ വാഴയില്ലേ അതിലേക്ക് നമ്മുടെ ചിക്കൻ അങ്ങ് ഇതേപോലെ അങ്ങോട്ട് പൊതിഞ്ഞെടുക്കണം. നമ്മൾ മണ്ണ് ഉപയോഗിച്ച് ഇതിൻ്റെ മുകളിൽ മൊത്തം നമുക്ക് കവർ ചെയ്യാനുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് ഇറച്ചിലേക്കൊന്ന് പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ഇതേപോലെ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ പൊതിഞ്ഞെടുത്തതിന് ശേഷം ചെറിയ നൂൽക്കമ്പിയോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇതേപോലെ നമ്മൾ ചുറ്റി ഒന്ന് കെട്ടിക്കൊടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇതിലേക്ക് നമുക്ക് മണ്ണും കാര്യങ്ങളൊക്കെ ഒന്നും പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കെട്ടിക്കൊടുക്കുന്നത്. അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മണ്ണ് വെച്ചിട്ട് നമ്മുടെ ഈ പൊതിഞ്ഞു വെച്ച ചിക്കൻ മൊത്തമായിട്ട് നമുക്ക് കവർ ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ കവർ ചെയ്ത് കൊടുക്കണം. കാരണം ഈ മണ്ണിൻ്റെ ചൂട് വെച്ചിട്ട് വേണം നമുക്കിനി ചിക്കൻ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് എന്താക്കാം, ഫുൾ സൈഡും നല്ലതുപോലെ മണ്ണ് ഇതേപോലെ ചുറ്റിയെടുക്കുക. എല്ലാ സൈഡും നല്ലതുപോലെ കവർ ചെയ്ത് നിൽക്കണം കേട്ടോ. കാരണം ഈ മണ്ണ് ഞാൻ പറഞ്ഞില്ല, മണ്ണ് വെച്ചിട്ട് വേണം നമ്മുടെ ഈ ചിക്കൻ വെന്ത് കിട്ടാൻ വേണ്ടി. അതുകൊണ്ട് എല്ലാ സൈഡും നല്ലതുപോലെ ഇതേപോലെ കവർ ചെയ്തിരിക്കണം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ മണ്ണ് കൊണ്ട് പൊതിഞ്ഞ് വെച്ചില്ലേ, ആ സംഭവം എടുത്ത് നമ്മൾ തീയിലേക്ക് വെക്കുന്ന കർമ്മമായിട്ട് നടക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ അടിയിൽ കുറച്ച് കനൽ വേണം, അത്യാവശ്യം കനൽ വേണം. എന്നാൽ മാത്രം അടിയിൽ നമുക്ക് ചൂടാവേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അത്യാവശ്യം അടിയിൽ കനൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വേണം ആദ്യം വെക്കാൻ വേണ്ടി. പിന്നെ ഇതേപോലെ ഇതിൻ്റെ മുകളിലേക്ക് കുറേ വിറകും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അത്യാവശ്യം ചൂടാക്കണം. കാരണം ഇപ്പോൾ നമുക്ക് ചൂട് കൊണ്ട് ആ മണ്ണ് മാത്രമേ ഉണങ്ങുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര ചൂടാക്കാൻ പറ്റും അത്രത്തോളം നമ്മൾ ആദ്യം തന്നെ വിറകൊക്കെ വെച്ചിട്ട് നമ്മൾ ചൂടാക്കാൻ മീൻസ് നല്ലതുപോലെ കത്തിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മുടെ ആ മണ്ണ് ചൂടായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ചൂട് തട്ടാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ നമ്മൾ പരമാവധി എത്രത്തോളം നമ്മൾ വിറകിട്ട് കത്തിക്കാൻ പറ്റും. നമ്മൾ ബക്കറ്റ് ചിക്കൻ പോലെ ഒറ്റ കത്തിനൊന്നും റെഡി ആവില്ല. കാരണം ഇത് ഫുൾ മണ്ണ് വെച്ചിട്ടല്ല നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ചൂട് ഇതിൻ്റെ ഉള്ളിലേക്ക് എത്തേണ്ട ആവശ്യമുണ്ട്. അതുമാത്രമല്ല ഈ മണ്ണൊക്കെ നമ്മൾ ക്ലേ രൂപത്തിലല്ല നമ്മൾ പൊതിഞ്ഞ് വെച്ചത്. അതുകൊണ്ട് തന്നെ ആ മണ്ണിൻ്റെ ഈർപ്പം മൊത്തം വലിഞ്ഞ് അത്യാവശ്യം ചൂട് പിന്നീടാണ് നമ്മൾ ചൂട് ഇറച്ചിലേക്ക് തട്ടാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ചൂട് ഇതിന് ആവശ്യമുണ്ട്. അതുകൊണ്ട് മാക്സിമം നമ്മൾ ഈ ഇറച്ചിലേക്ക് നമ്മൾ ചൂട് അത്യാവശ്യം കൊടുത്തുകൊണ്ടേക്കുക. നമുക്ക് എത്രത്തോളം നമുക്ക് കനൽ കൂട്ടാൻ പറ്റും അത്രത്തോളം നമ്മൾ കനൽ കൂട്ടി കൊടുക്കുക. പരമാവധി കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ അത്യാവശ്യം ചൂടൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൊളിക്കുന്ന പരിപാടിയിലേക്ക് നമ്മൾ കടന്ന് നോക്കാൻ പോവുകയാണ്. പിന്നെ നോക്കി നോക്കാം നമുക്ക് എന്തായിട്ടുണ്ടാവുമെന്ന്. അത്യാവശ്യം ചൂടൊക്കെ തട്ടിയിട്ടുണ്ട്. അത്യാവശ്യം ഇറച്ചിയൊക്കെ വെന്തെന്നാണ് തോന്നുന്നത്. ഞങ്ങളിപ്പോൾ ഒരു 2 മണിക്കൂറത്തോളം ഞങ്ങളിങ്ങനെ കത്തിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും, ഇറച്ചി വെന്തിട്ടുണ്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടോ നമുക്ക് നോക്കി നോക്കാം. ഒരു ചെറിയൊരു മണമൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലൊരു ഒരു ഇറച്ചീൻ്റെ ഒരു സ്മെല്ലൊക്കെ നമുക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്കിനി പൊളിച്ച് നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ വല്ല വെന്തിട്ടുണ്ടോ ഇറച്ചി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി നോക്കാം. കാരണം ബോയിലർ ചിക്കൻ ആയതുകൊണ്ട് ഒരു കുറച്ച് ഈ മണ്ണ് തട്ടിയിട്ട് അത്യാവശ്യം ചെറുതായിട്ടൊന്ന് ചൂട് കിട്ടിയാൽ മതി. അത്യാവശ്യം പെട്ടെന്ന് വെന്തോളും. അപ്പോൾ ഇറച്ചിയൊക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ട്. നമുക്ക് ഇറച്ചി ഇങ്ങനെ വലിക്കുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട് അത്യാവശ്യം വെന്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. എന്തല്ല അത്യാവശ്യം വെന്തിട്ടുണ്ട് കേട്ടോ ഇറച്ചി. ഞാൻ നോക്കിയപ്പോൾ വെന്തിട്ടുണ്ട് ഇപ്പോൾ ഇറച്ചി.
പൊളിയാണ് കേട്ടോ, പൊളിയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, പൊളിയാണ്. ആഹാ എന്താ ചന്തം, മതി പൊളിച്ചത്.